കോടികൾ വിലയുള്ള പുരാതനമായ ഒരു മുട്ട മോഷ്ടിക്കാനായി പദ്ധതിയിടുന്ന രണ്ട് കള്ളന്മാരുടെ കഥ നമുക്കിന്ന് ഉള്ളടക്കത്തിലൂടെ കേട്ടാലോ. 2009 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ത്രില്ലർ മൂവിയാണ് തിക് ആസ് തീവ്സ്. ഈ സിനിമയിൽ പ്രധാനമായും രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കെയ്ത്ത് റിപ്ലെ എന്ന ഒരു വൃദ്ധനായ കള്ളനും മറ്റൊന്ന് ഗബ്രിയേൽ മാർട്ടിൻ എന്ന ഒരു ചെറുപ്പക്കാരനായ കള്ളനും. കഥ ആരംഭിക്കുന്നത് തന്നെ വൃദ്ധനായ കെയ്ത്ത് റിപ്ലെ എന്ന കള്ളനിലൂടെയാണ്. അയാളെ എല്ലാവരും റിപ്ലി എന്നാണ് വിളിക്കുന്നത്. കഥ തുടങ്ങുന്നത് അമേരിക്കയിൽ റഷ്യൻ ഡ്രഗ് ഡീലേഴ്സും സ്മഗ്ലേഴ്സുമെല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലം കാണിച്ചുകൊണ്ടാണ്. അങ്ങോട്ടേക്ക് റിപ്ലെ കടന്നു വരുന്നു. അവിടെ വെച്ച് മുതുകിൽ തേളിൻ്റെ ചിഹ്നം ടാറ്റു അടിച്ച ഒരാളെ റിപ്ലെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് രണ്ടാമത്തെ കള്ളനായ ഗബ്രിയേൽ രണ്ട് റഷ്യക്കാരെ പിന്തുടരുന്നു. അവരുടെ കയ്യിൽ എന്തോ വിലപിടിപ്പുള്ള വസ്തുവുണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഗബ്രിയേൽ അവരെ പിന്തുടരുന്നത്. അങ്ങനെ അവർ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ നമ്മുടെ റിപ്ലെ പത്രം വായിച്ചിരിപ്പുണ്ടായിരുന്നു. ഗബ്രിയേൽ അവരെ പിന്തുടരുന്നത് റിപ്ലെ കാണുന്നു. ഇവരെ പിന്തുടർന്ന് റിപ്ലെയും പോകുന്നു. അങ്ങനെ അവർ 4 പേരും ഒരു ട്രെയിനിൽ കയറുന്നു. അവരുടെ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും കയറുന്നുണ്ട്. ഉടൻ തന്നെ ഗബ്രിയേൽ കയ്യിലുണ്ടായിരുന്ന ഗൺ ആ റഷ്യക്കാരുടെ നേർക്ക് ചൂണ്ടുന്നു. തനിക്ക് ആവശ്യമുള്ളത് തന്നില്ലെങ്കിൽ നിങ്ങളെ വകവരുത്തുമെന്ന് ഗബ്രിയേൽ പറയുന്നു. പെട്ടെന്ന് അവർ കയ്യിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് അതിലെ പണം ഗബ്രിയേലിന് മുമ്പിലേക്ക് നീട്ടുന്നു. എന്നാൽ ഗബ്രിയേലിന് അതല്ലായിരുന്നു വേണ്ടത്. വീണ്ടും അവരെ തോക്കുകാട്ടി ഗബ്രിയേൽ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന റിപ്ലേക്ക് ഗബ്രിയേലിൻ്റെ ധൈര്യവും ബുദ്ധിയുമെല്ലാം വളരെയധികം ഇഷ്ടമാകുന്നു. റഷ്യക്കാരിൽ ഒരാളോട് ധരിച്ചിരിക്കുന്ന കോട്ട് അഴിക്കാൻ ഗബ്രിയേൽ ആവശ്യപ്പെടുന്നു. കോട്ടിൽ നിന്ന് താൻ തേടിക്കൊണ്ടിരുന്ന വിലപിടിപ്പുള്ള വസ്തു ഗബ്രിയേലിന് ലഭിക്കുന്നു. തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ യാത്രക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഗബ്രിയേലിനെ കണ്ട പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ ഇത് കണ്ടതും ആ പെട്ടിയിലുണ്ടായിരുന്ന പണം വലിച്ചെറിഞ്ഞ് ഗബ്രിയേൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പണം വലിച്ചെറിഞ്ഞതുകൊണ്ട് ട്രെയിനിലെ ആൾക്കാർ ആ പണം എടുക്കാനായി തിരക്ക് കൂട്ടുന്നു. അതിനാൽ തന്നെ ഗബ്രിയേലിനെ പോലീസുകാർക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഗബ്രിയേൽ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ട്രെയിനിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. ട്രെയിനിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അയാളെ കീഴ്പ്പെടുത്താനായില്ല. ട്രെയിനിനുള്ളിലെ പോലീസുകാർ കയ്യിലെ വയർലെസ് സെറ്റ് ഉപയോഗിച്ച് അടുത്ത സ്റ്റേഷനിലേക്ക് എത്താൻ പോലീസുകാരോട് ആവശ്യപ്പെടുന്നു. ഒരു ബ്രൗൺ ജാക്കറ്റാണ് കുറ്റവാളി ധരിച്ചിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് മുമ്പേ മനസ്സിലാക്കി ഗബ്രിയേൽ ആ ബ്രൗൺ ജാക്കറ്റ് അഴിച്ചു മാറ്റുന്നു. ശേഷം തിരിച്ചറിയാതിരിക്കാൻ ഒരു തൊപ്പിയും കൂടെ അയാൾ ധരിക്കുന്നു. ട്രെയിൻ വേഗത കുറച്ച് സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്ത് ഗബ്രിയേൽ സ്റ്റേഷനിൽ നിൽക്കുന്ന യാത്രക്കാരുടെ ഇടയിലേക്ക് ചാടുന്നു. അവിടെ ഒരു സാധാരണ യാത്രക്കാരനെ പോലെ പെരുമാറി അയാൾ പോലീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ ഗബ്രിയേൽ ചെയ്യുന്നതെല്ലാം റിപ്ലി വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഗബ്രിയേലിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ സ്റ്റേഷനിലെ CCTV പരിശോധിക്കുന്നു. ഗബ്രിയേൽ ട്രെയിനിൽ നിന്ന് ചാടുന്ന ദൃശ്യം അവർക്ക് ലഭിക്കുന്നു. എന്നാൽ അതിൽ അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല. അതിനാൽ തന്നെ പോലീസുകാർക്ക് കുറ്റവാളിയെ കണ്ടുപിടിക്കാനായില്ല. എന്നാൽ പോലീസ് ഹെഡ് CCTVയിലൂടെ റിപ്ലിയെ കാണുന്നു. പോലീസ് ഹെഡ് പലതവണ റിപ്ലിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് അയാൾ സുഖമായി മോചിതനായി. എന്തിനായിരിക്കും റിപ്ലി അവിടെ വന്നതെന്ന് പോലീസുകാർ ചിന്തിക്കുന്നു. റഷ്യക്കാരിൽ നിന്ന് ഗബ്രിയേൽ കവർന്നത് ഒരു സാധാരണ വസ്തുവല്ലായിരുന്നു. അത് വിലപിടിപ്പുള്ള ഡയമണ്ട്സ് ആയിരുന്നു. അത് വിൽക്കാനായി ഒരു വ്യാപാരിയുടെ അടുത്തേക്ക് ഗബ്രിയേൽ എത്തുന്നു. എന്നാൽ അവിടെ കയ്യിലൊരു ഗണ്ണുമായി റിപ്ലി ഗബ്രിയേലിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്ന് റിപ്ലി ഗബ്രിയേലിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അയാൾ അത് വിസമ്മതിച്ച് ഡയമണ്ട്സ് വിറ്റിട്ട് അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുന്നു. പുറത്തേക്കിറങ്ങിയ അവരുടെ അടുത്തേക്ക് കാറിൽ 2-3 ആൾക്കാരെത്തുന്നു. ശേഷം ഇരുവരെയും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് റിപ്ലിയോട് നിക്കിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി പൈസ ചോദിക്കുന്നു അവർ. എന്നാൽ ഗബ്രിയേലിനെ ചൂണ്ടിക്കാട്ടി പണം അയാളുടെ കയ്യിലുണ്ടെന്ന് റിപ്ലി പറയുന്നു. ഗബ്രിയേലിൻ്റെ കയ്യിലെ ഡയമണ്ട്സ് വിറ്റ കാശുമായി അവർ മടങ്ങിപ്പോകുന്നു. താൻ കഷ്ടപ്പെട്ട പൈസ എന്തിനാണ് അവർക്ക് കൊടുത്തതെന്ന് ചോദിച്ച് ഗബ്രിയേൽ ദേഷ്യപ്പെടുന്നു. ഉടൻ തന്നെ റിപ്ലി അയാളുടെ കോട്ടിൽ നിന്ന് ഒരു കവർ എടുത്ത് ഗബ്രിക്ക് കൈമാറുന്നു. അതിൽ റിപ്ലിയുടെ പണമായിരുന്നു. ഗബ്രിയേലിൻ്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ തന്നെ തേടി വരണമെന്ന് റിപ്ലി പറയുന്നു. വീട്ടിലെത്തിയ ശേഷം ഗബ്രിയേൽ ആ കവർ തുറന്നു നോക്കുന്നു. അതിൽ കെട്ടുകണക്കിന് പണമായിരുന്നു. അതുമാത്രമല്ല കവറിൻ്റെ മുകളിൽ റിപ്ലിയെ എവിടെ ചെന്നാൽ കാണാൻ സാധിക്കുമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും റിപ്ലിയെ കണ്ടുകളയാമെന്ന് ഗബ്രിയേൽ തീരുമാനിക്കുന്നു. പിറ്റേന്ന് ഇരുവരും കണ്ടുമുട്ടുന്നു. തന്നെക്കൊണ്ട് എന്താണ് ആവശ്യമെന്ന് ഗബ്രിയേൽ ചോദിക്കുന്നു. എന്നാൽ ട്രെയിനിൽ വെച്ച് റഷ്യക്കാരുടെ കയ്യിൽ നിന്ന് ഗബ്രിയേൽ തട്ടിയെടുത്തത് റോമിനോവ് എന്ന ജൂവലറിയുടെ ഡയമണ്ടാണ്. അവരുടെ പക്കൽ വളരെയധികം വിലപിടിപ്പുള്ള പുരാതന വസ്തുക്കളുടെ കളക്ഷൻസ് ഉണ്ട്. അതിൽ വിലപിടിപ്പുള്ള പുരാതനമായ 2 ഗോൾഡൻ എഗ് ഉണ്ട്. ഒരെഗ്ഗിന് മാർക്കറ്റിൽ $20 മില്യൺ വിലയാണ്. ആ 2 എഗ്ഗുകൾ കൈക്കലാക്കാനായി താനൊരു പാർട്ട്ണറിനെ തേടുകയാണെന്ന് റിപ്ലി പറയുന്നു. ചെറിയ ചെറിയ മോഷണം ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് വലിയൊരു മോഷണം നടത്തി ലൈഫിൽ സെറ്റിലാകുന്നതല്ലേ നല്ലതെന്നും റിപ്ലി കൂട്ടിച്ചേർക്കുന്നു. ഇത് കേട്ടതും ഗബ്രിയേലിന് ഇതൊരു നല്ല ഡീലായി തോന്നി. അതിനാൽ തന്നെ മോഷണത്തിൽ റിപ്ലിയുടെ പാർട്ട്ണറാകാൻ ഗബ്രിയേൽ സമ്മതിക്കുന്നു. പിറ്റേന്ന് ഇരുവരും നഗരത്തിലേക്ക് എത്തുന്നു. അവിടെ ന്യൂസ് പേപ്പറിൽ തൻ്റെ വ്യക്തമല്ലാത്ത പടം ഗബ്രിയേൽ കാണുന്നു. അവിടെ വെച്ച് നമ്മൾ കഥയിലെ നായികയെ പരിചയപ്പെടുന്നു. നായികയെ കണ്ടപ്പോൾ തന്നെ ഗബ്രിയേലിന് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. എങ്ങനെയെങ്കിലും അവരുമായി സൗഹൃദത്തിലാകണമെന്ന് ഗബ്രിയേൽ ആഗ്രഹിക്കുന്നു. അതിനായി നായികയുടെ നമ്പർ ചോദിക്കുന്നു അയാൾ. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് ദേഷ്യത്തിൽ റിപ്ലൈ കടന്നു വരുന്നു. റിപ്ലൈയുടെ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് ഗബ്രിയേലിന് മനസ്സിലാകുന്നില്ല. ഉടൻ തന്നെ റിപ്ലൈ വന്ന് അലക്സിനോട് സംസാരിക്കുന്നു.
അയാളുടെ വളർത്തുമകളായിരുന്നു നായികയായ അലക്സ്. അലക്സ് അവിടുന്ന് പോയതിനു ശേഷം ഗബ്രിയലിന്റെ ഇഷ്ടം മനസ്സിലാക്കിയ റിപ്ലി അവളുടെ കാര്യത്തിൽ തലയിടണമെന്ന് ഗബ്രിയലിനെ വാൺ ചെയ്യുന്നു. അങ്ങനെ അവർ റോമിനോവിന്റെ തന്നെ പുരാതന വസ്തുക്കളുടെ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവർ തേടി വന്ന എഗ്ഗുകൾ ഇല്ലായിരുന്നു. അത് വേറൊരു സ്ഥലത്താണ് റോമിനോവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ മുട്ടകളുടെ പിന്നിലെ കഥ റിപ്ലി ഗബ്രിയലിന് പറഞ്ഞു കൊടുക്കുന്നു. 1970 ഫേമസ് ആയ ഒരു റഷ്യൻ ആർട്ടിസ്റ്റാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ മുട്ടകൾ അയാൾ റഷ്യൻ ഗവൺമെന്റിന് ഒരു ഗിഫ്റ്റായിട്ട് നൽകിയതായിരുന്നു. എന്നാൽ റോമിനോവ് അത് കൈക്കലാക്കിയതാണെന്ന് റിപ്ലി പറയുന്നു. എന്നാൽ ഇതെല്ലാം റിപ്ലിക്ക് എങ്ങനെ അറിയാമെന്ന് ഗബ്രിയേൽ ചോദിക്കുന്നു. അലക്സിന്റെ അച്ഛനായ വിക്ടർ കൊറോലെൻകോ റിപ്ലിയുടെ മുൻ പാർട്ട്ണറായിരുന്നു. അയാൾ റഷ്യൻ മാഫിയയുമായി നല്ല ബന്ധത്തിലായതുകൊണ്ട് തന്നെ എഗ്ഗിന്റെ കാര്യങ്ങളെല്ലാം അയാൾക്കറിയാമായിരുന്നു. എന്നാൽ അയാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കഥയുടെ ആരംഭത്തിൽ റിപ്ലിയാണ് വിക്ടറിനെ വകവരുത്തുന്നതെന്ന് കാണിക്കുന്നുണ്ട്. വിക്ടറിനെ കൊലപ്പെടുത്തിയ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ച് ഒരു ഗ്യാങ്സ്റ്റർ ഫൈറ്റിലാണ് വിക്ടർ മരിക്കുന്നതെന്ന് റിപ്ലി വരുത്തി തീർക്കുന്നു. അതിനുശേഷമാണ് അലക്സിനെ ഒരു വളർത്തുമകളായി റിപ്ലി ഏറ്റെടുക്കുന്നത്. വിക്ടർ മരിച്ചതിനാലാണ് ഗബ്രിയലിനെ ഇപ്പോൾ പാർട്ട്ണറാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഒരു പ്രത്യേക കോയിൻ ഗബ്രിയലിന് കൈമാറുന്നു റിപ്ലി. പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് റഷ്യക്കാർ കൈമാറുന്ന ഒരു കോയിനായിരുന്നു അത്. അതിനുശേഷം ഇരുവരും അവിടുന്ന് മടങ്ങുന്നു. പിറ്റേന്ന് അലക്സിനോട് തോന്നിയ പ്രണയത്താൽ അവളെ കാണാൻ പോകുന്നു ഗബ്രിയൽ. വക്കീലായ അലക്സിനെ ഒരു പൂ കൊടുത്ത് രാത്രി ക്ലബിലേക്ക് ക്ഷണിക്കുന്നു അയാൾ. ക്ലബിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാകുന്നു. പിറ്റേന്ന് റിപ്ലിയെ കാണാനായി ഒരു ഗോഡൌണിലേക്ക് പോകുന്നു ഗബ്രിയൽ. അവിടെ വെച്ചാണ് മോഷണത്തിനുള്ള പ്ലാൻ റിപ്ലി തയ്യാറാക്കുന്നത്. ഇന്ന് രാത്രി റോമിനോവിൽ പോലീസുകാർക്ക് വേണ്ടി ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായി ഇരുവരും തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഒരു വ്യാജ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നു അവർ. അതിനുശേഷം റോമിനോവിൽ എവിടെയാണ് ആ എക്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാനും എന്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് നോക്കാനും വേണ്ടി ഒരു ചെറിയ ക്യാമറ റോമിനോവിലെ ഒരു അധികാരിയുടെ കോട്ടിൽ ഘടിപ്പിക്കുന്നു ഗബ്രിയൽ. ഇരുവരും അന്ന് രാത്രി റോമിനോവിലേക്ക് പോലീസുകാരുടെ വേഷത്തിൽ പോകുന്നു. ആ പാർട്ടിയിൽ ഉയർന്ന റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവരെ റോമിനോവിൽ എന്തൊക്കെ സെക്യൂരിറ്റി ഉണ്ടെന്ന് റോമിനോവിന്റെ അധികാരികൾ കാണിക്കാൻ ആരംഭിക്കുന്നു. റോമിനോവ് മുഴുവനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാ മുക്കിലും മൂലയിലും CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനായി 24 മണിക്കൂറും സെക്യൂരിറ്റീസുമുണ്ട്. ഒരു സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് റോമിനോവിലെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ സാധിക്കൂ. ഇതെല്ലാം റിപ്ലിയും ഗബ്രിയലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സെക്യൂരിറ്റി റൂമിലേക്ക് പോകുന്നു അധികാരികൾ. ഗബ്രിയേൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെ സെക്യൂരിറ്റി റൂമിലെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു അവർ. സീക്രട്ട് റൂമിന്റെ മുമ്പിലായി 2 തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളതായി അവർ കാണുന്നു. ഒന്നാമത്തെ സിസ്റ്റത്തിൽ ആദ്യത്തെ അധികാരിയുടെ ഫിംഗർ പ്രിന്റും അതേസമയം രണ്ടാമത്തെ സിസ്റ്റത്തിൽ റഷ്യക്കാരനായ രണ്ടാമത്തെ അധികാരിയുടെ ശബ്ദത്തിൽ സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾക്ക് റഷ്യൻ വാക്കുകൾ മറുപടിയായി നൽകണം. ഇത് രണ്ടും ഒരേ സമയം മാച്ചാകുമ്പോൾ ആ സീക്രട്ട് റൂം വാതിൽ തുറക്കും. അതിനുള്ളിൽ മറ്റൊരു സീക്രട്ട് റൂം ഉള്ളതായി അവർ കാണുന്നു. സീക്രട്ട് റൂം തുറന്ന് 1 മണിക്കൂറിന് ശേഷം സെക്യൂരിറ്റീസ് വീണ്ടും റീസെറ്റ് ആകും. ഓരോ വിലപിടിപ്പുള്ള വസ്തുവും ഒരു പ്രത്യേകതയുള്ള ഗ്ലാസ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഒരു ഗ്ലാസ് പൊട്ടിക്കണമെങ്കിൽ മിനിമം അരമണിക്കൂർ വേണമെന്ന് അവർ പറയുന്നു. അതുമാത്രമല്ല ആ മുറിയുടെ 4 വശത്തായും അൾട്രാസോണിക് മോഷൻ ഡിറ്റക്ടർ ഉണ്ട്. അതിനാൽ തന്നെ ആളുകളെ ഡിറ്റക്ട് ചെയ്താൽ ഉടൻ തന്നെ വാതിൽ ക്ലോസ് ആവുകയും അലാറം അടിക്കുകയും ചെയ്യും. ആ റൂമിനുള്ളിലെ സീക്രട്ട് റൂം തുറക്കാൻ അധികാരികൾ വിസമ്മതിക്കുന്നു. അതിനാൽ തന്നെ അതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് ഗബ്രിയലിനും റിപ്ലിക്കും മനസ്സിലാകുന്നില്ല. അധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മടങ്ങി വരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഗബ്രിയൽ ഈ മോഷണം അസാധ്യമാണെന്ന് പറഞ്ഞ് റിപ്ലിയുമായി വഴക്കുണ്ടാക്കുന്നു. എന്നാൽ വഴക്കുണ്ടാക്കിയ ഗബ്രിയലിനോട് അധികാരിയുടെ കോട്ടിനുള്ളിലെ ക്യാമറ എടുക്കാൻ റിപ്ലി ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ അധികാരിയുടെ അടുത്തേക്ക് ഗബ്രിയൽ പോകുന്നു. അടുത്തെത്തിയ ഗബ്രിയൽ അബദ്ധം പറ്റിയ രീതിക്ക് കോട്ടിലേക്ക് മദ്യമൊഴിക്കുന്നു. കോട്ട് വൃത്തിയാക്കുന്ന രീതിയിൽ ആ ക്യാമറ കൈക്കലാക്കുന്നു ഗബ്രിയൽ. പിറ്റേന്ന് മുതൽ എങ്ങനെ മോഷണം നടത്താമെന്ന് അവർ ചിന്തിക്കുന്നു. CCTVയെ കബളിപ്പിക്കുന്നതിനായി മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ക്യാമറയിലൂടെ കടത്തിവിടാൻ അവർ തീരുമാനിക്കുന്നു. അടുത്തതായി അധികാരിയുടെ ഫിംഗർ പ്രിന്റ് കൈക്കലാക്കാൻ പദ്ധതിയിടുന്നു അവർ. അതിനായി അധികാരി ഉപയോഗിക്കുന്ന ജിം മെഷീനിൽ ഒരു ടേപ്പ് ഒട്ടിക്കുന്നു ഗബ്രിയൽ. അതിലൂടെ അവർക്ക് അധികാരിയുടെ വിരലടയാളം ലഭിക്കുന്നു. രണ്ടാമത്തെ അധികാരിയുടെ ശബ്ദം കിട്ടാനായി അയാളുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നു അവർ. ലോക്കർ ഓപ്പൺ ആക്കാൻ കഠിനമായ ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. നേരത്തെ റെക്കോർഡ് ചെയ്ത വാക്കുകൾ ആ സിസ്റ്റത്തിലുണ്ട്. അതാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് സീക്രട്ട് റൂമിൽ കയറാനുള്ള പാസ്വേഡുകൾ കിട്ടുന്നു. സീക്രട്ട് റൂമിനുള്ളിൽ പ്രവർത്തിക്കുന്ന അൾട്രാസോണിക് മോഷൻ ഡിറ്റക്ടർ നിർവീര്യമാക്കാൻ അൾട്രാസോണിക് ട്രാൻഡ്യൂസർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നു അവർ. അവർക്ക് ലഭിച്ച എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ മോഷണത്തിന് തയ്യാറാകുന്നു അവർ. പിറ്റേന്ന് ഗബ്രിയൽ അലക്സിനെ കാണാനായി പോകുന്നു. അലക്സിനോട് തൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ഗബ്രിയൽ ചോദിക്കുന്നു. അച്ഛൻ വെടിയേറ്റാണ് മരിച്ചതെന്നും നിക്കി പെട്രോവിച്ച് എന്ന ഗാങ്സ്റ്ററിൽ നിന്ന് അച്ഛൻ പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നുവെന്നും അത് തിരിച്ചു കൊടുക്കാത്തതിനാൽ അയാളാണ് അച്ഛനെ കൊലപ്പെടുത്തിയതെന്നും അലക്സ് പറയുന്നു. പെട്ടെന്ന് ഗബ്രിയലിന് ഒരു കാര്യം ഓർമ്മ വരുന്നു. തൻ്റെ ഡയമണ്ട് ഫിറ്റ് കാശുമായി പോയത് നിക്കിൻ്റെ ആൾക്കാരാണ്. നിക്കിൻ്റെ പക്കൽ നിന്നും റിപ്ലിയും പണം കടം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാവാം റിപ്ലിയെ വെറുതെ വിട്ടതെന്ന് ഗബ്രിയൽ ചിന്തിക്കുന്നു.
ഇത് റിപ്ലിയോട് തന്നെ ചോദിക്കുന്നു ഗബ്രിയേൽ. നിക്കിന്റെ കയ്യിൽ നിന്ന് ഇരുവരും പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിക്ക് അവരെ ഏൽപ്പിച്ചതായിരുന്നു ഈ എഗ്ഗിന്റെ മോഷണം നടത്തിയാൽ പണം തിരിച്ചു നൽകേണ്ടതില്ലെന്നും നിക്ക് പറഞ്ഞിരുന്നു. എന്നാൽ അലക്സിന്റെ അച്ഛനായ വിക്ടർ അലക്സിനെ രക്ഷിക്കാനായി ഈ മോഷണത്തിൽ നിന്ന് പിന്മാറി. അതുമാത്രമല്ല, പോലീസ് ഹെഡായ വെബറുമായും ഇതേസമയം വിക്ടർ ഒരു ഡീൽ വെച്ചിരുന്നു. കുറ്റമേറ്റ് പറഞ്ഞ് കീഴടങ്ങിയാൽ വെക്ടറിനെ മാപ്പുസാക്ഷിയാക്കാമെന്ന് വെബർ വാക്കുകൊടുത്തിരുന്നു. ഇതിനാലാണ് നിക്ക് വെക്ടറിനെ കൊലപ്പെടുത്തിയത്. അപ്പോഴും നിക്കിന് വേണ്ടി റിപ്ലിയാണ് വെക്ടറിനെ കൊന്നതെന്ന് പറയുന്നില്ല. ഇരുവരും പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് മുഴുവൻ കടവും റിപ്ലി ഒറ്റയ്ക്ക് വീട്ടണം. അതിനുവേണ്ടിയാണ് ഈ മോഷണം നടത്തുന്നതെന്ന് റിപ്ലി പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി അവരെ കുറച്ച് ആൾക്കാർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു. അവർ അവരെ നിക്കിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. ഇരുവരും നിക്കിനോട് സംസാരിക്കുന്നു. ഇതേസമയം നിക്കിന്റെ ആൾക്കാർ അലക്സിനെ പിടിച്ചുകൊണ്ടുവരുന്നു. തനിക്ക് ആ എക്സ് കിട്ടിയില്ലെങ്കിൽ അലക്സിനെ വകവരുത്തുമെന്ന് നിക്ക് അവരോട് പറയുന്നു. ഇരുവരും ദേഷ്യത്തിൽ അവിടെ നിന്ന് മടങ്ങുന്നു. നാളെ തന്നെ മോഷണം നടത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു. പിറ്റേന്ന് സബ്വേയിലെ ഭിത്തി പൊളിച്ച് റോമിനോവിന്റെ ബേസ്മെന്റിലേക്ക് കയറുന്നു ഇരുവരും. ഉള്ളിൽ കയറിയത് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാനായി കയറിയ വഴി ഒരു പോസ്റ്റർ ഉപയോഗിച്ച് മറയ്ക്കുന്നു അവർ. അതോടൊപ്പം ഭിത്തിയിൽ നിന്നുണ്ടായ പൊടിയും നീക്കം ചെയ്യുന്നു. ബേസ്മെന്റിലാണ് ക്യാമറയെല്ലാം കണക്ട് ചെയ്ത ഒരു മുറിയുള്ളത്. അതിനുള്ളിൽ അവർ കയറുന്നു. സെക്യൂരിറ്റീസിന്റെ ശ്രദ്ധ മാറ്റി ക്യാമറ ആക്സസ് ചെയ്യാനായി അവർ ഒരു ക്യാമറ സ്വിച്ച് ഓഫാക്കി അലാറം അടിപ്പിക്കുന്നു. പെട്ടെന്ന് എല്ലാ സെക്യൂരിറ്റീസും എന്താണ് പറ്റിയെന്നറിയാൻ സിസ്റ്റം ചെക്ക് ചെയ്യുന്നു. ബേസ്മെന്റിലാണ് പ്രശ്നമെന്നറിഞ്ഞ സെക്യൂരിറ്റി ഹെഡ് ഒരു തോക്കുകൊണ്ട് ബേസ്മെന്റ് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഇതേസമയം റിപ്ലി ക്യാമറ ആക്സസ് ചെയ്ത് കൃത്രിമമായ ഫുട്ടേജുകൾ ക്യാമറയിലൂടെ കടത്തിവിടുന്നു. താഴേക്ക് ചെക്ക് ചെയ്യാൻ വന്ന സെക്യൂരിറ്റി ഹെഡിനെ തോക്കുകാട്ടി ഭയപ്പെടുത്തുന്നു അവർ. വയർലെസ്സിലൂടെ ബേസ്മെന്റിലെല്ലാം ഓക്കെ ആണെന്ന് പറയാൻ സെക്യൂരിറ്റി ഹെഡിനോട് അവർ ആവശ്യപ്പെടുന്നു. സെക്യൂരിറ്റിയുടെ പക്കൽ നിന്ന് സ്മാർട്ട് കാർഡ് സ്വന്തമാക്കി അയാളെ കൊണ്ട് ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുന്നു റിപ്ലി. സെക്യൂരിറ്റി ഹെഡിനെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് വന്ന അബദ്ധത്തിലാണ് അലാറം മുഴങ്ങിയതെന്ന് ബാക്കിയുള്ള സെക്യൂരിറ്റീസിനോട് പറയാൻ റിപ്ലി ആവശ്യപ്പെടുന്നു. പിന്നീട് അയാളെ അവർ ബന്ദിയാക്കുന്നു. ഉടൻ തന്നെ അവർ ലിഫ്റ്റിലൂടെ സീക്രട്ട് റൂമിന്റെ അടുത്തേക്ക് എത്തുന്നു. ഇരുവരും രണ്ട് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ മുമ്പിലായി നിൽക്കുന്നു. നേരത്തെ കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ് കൊണ്ട് ഒരു ഗ്ലൗസ് ഉണ്ടാക്കിയിരുന്നു ഗബ്രിയേൽ. അതുപോലെ തന്നെ അധികാരിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത ഒരു ഡിവൈസും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ഇരുവരും ഇതുപയോഗിച്ച് സീക്രട്ട് റൂം തുറക്കാൻ ശ്രമിക്കുന്നു. കയ്യിലെ ഗ്ലൗസ് കൊണ്ട് ഒന്നാമത്തെ ലോക്ക് അഴിക്കുന്നു ഗബ്രിയേൽ. പ്രീ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഉപയോഗിച്ച് സിസ്റ്റം ചോദിക്കുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കിനും ഉചിതമായ റഷ്യൻ വാക്കുകൾ നൽകുന്നു റിപ്ലി. രണ്ട് ലോക്കും അഴിച്ചതോടെ സീക്രട്ട് റൂം അവരുടെ മുമ്പിൽ തുറക്കുന്നു. ഉടൻ തന്നെ അൾട്രാസോണിക് മോഷൻ ഡിറ്റക്ടർ കൺട്രോൾ ചെയ്യാനായി ഒരു ഡിവൈസ് അവർ പുറത്തെടുക്കുന്നു. ഒരു ട്രോളിയിൽ ആ ഡിവൈസ് ഘടിപ്പിച്ച ശേഷം സീക്രട്ട് റൂമിലേക്ക് കടക്കുന്നു ഗബ്രിയേൽ. റിപ്ലി ഗബ്രിയേലിനോട് അൾട്രാസോണിക് രശ്മികൾ എവിടെയൊക്കെയുണ്ടെന്ന് പറഞ്ഞ് ട്രോളിയുടെ ഡയറക്ഷൻ നിയന്ത്രിക്കുന്നു. ട്രോളിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് മുമ്പോട്ടേക്ക് പോയ ഗബ്രിയേൽ സീക്രട്ട് റൂമിന്റെ നടുക്കായി ആ ഡിവൈസ് സ്ഥാപിക്കുന്നു. ഡിവൈസ് മൂലം അൾട്രാസോണിക് രശ്മികൾ നിർവീര്യമാകുന്നു. അവർ അന്വേഷിച്ചു വന്ന എഗ്ഗുകൾ മറ്റൊരു ലോക്കറിലായിരുന്നു. ആ ലോക്കർ തുറക്കാനായി ലോക്കറിൽ ഒരു മെഷീൻ കൊണ്ട് ഹോൾ ഇടുന്നവർ. അതിലൂടെ റിപ്ലി ഒരു ക്യാമറ കടത്തിവിടുന്നു. ക്യാമറയിലൂടെ ഏത് നമ്പർ അമർത്തുമ്പോഴാണ് ലോക്ക് വ്യത്യാസപ്പെടുന്നതെന്ന് റിപ്ലി കാണുന്നു. ഇതേ രീതിയിൽ അവർ ആ 9 പാസ്വേഡ് അക്കങ്ങൾ കണ്ടുപിടിക്കുന്നു. പാസ്വേഡ് അടിച്ചതോടെ അവർക്ക് ആ ലോക്കർ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നു. ലോക്കർ തുറന്നതും അവർ അമ്പരക്കുന്നു. വിലപിടിപ്പുള്ള പുരാതനമായ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടം. തിരച്ചിലിനൊടുവിൽ അവർ തേടിയ എഗ്ഗുകൾ ഒരു ചില്ലുകൂട്ടിനുള്ളിൽ തടിപ്പെട്ടിയിൽ വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. റിപ്ലി ഒരു ചുറ്റിക ഉപയോഗിച്ച് ആ ചില്ലുകൂട് പൊട്ടിക്കുന്നു. ആ തടിപ്പെട്ടി പുറത്തെടുത്ത് നോക്കിയപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന എഗ്ഗുകൾ അതിലുണ്ടായിരുന്നു. പെട്ടിയുമായി പുറത്തു കടക്കാൻ ഇറങ്ങിയ റിപ്ലിയുടെ നേരെ ഗബ്രിയേൽ തോക്ക് ചൂണ്ടുന്നു. റിപ്ലിയുടെ കയ്യിലുള്ള ബോക്സ് നൽകാനായി ഗബ്രിയേൽ ആവശ്യപ്പെടുന്നു. അവിടെ വെച്ച് ഗബ്രിയേൽ ഒരു പോലീസുകാരനാണെന്ന് റിപ്ലിയോട് പറയുന്നു. റിപ്ലിയെ പിടിക്കാനായി വെബർ അയച്ചതായിരുന്നു ഗബ്രിയേലിനെ. എന്നാൽ 1 മിനിറ്റിനുള്ളിൽ ലോക്കർ റൂം അടയുമെന്നും നമ്മൾ ഇവിടെ നിന്ന് പുറത്തു കടക്കാനാകാത്ത വിധത്തിൽ അകപ്പെടുമെന്നും റിപ്ലി പറയുന്നു. നമ്മൾ പിടിക്കപ്പെട്ടാൽ അലക്സിനെ നിക്ക് കൊന്നുകളയുമെന്നും റിപ്ലി കൂട്ടിച്ചേർത്തു. റിപ്ലിയുടെ കയ്യിൽ നിന്നും നിക്കിന്റെ നമ്പർ വാങ്ങി ആ എഗ്ഗുമായി ഗബ്രിയേൽ കടന്നു കളയുന്നു. ഗബ്രിയേൽ പോയതും റിപ്ലിയെ ഉള്ളിലാക്കി ആ ലോക്കർ അടയുന്നു. ഇതേസമയം വെബർ പോലീസുകാരോടൊത്ത് അങ്ങോട്ടേക്ക് എത്തുന്നു. അവരെയെല്ലാം കബളിപ്പിച്ച് ഗബ്രിയേൽ നിക്കിന്റെ അടുത്തേക്ക് അലക്സിനെ രക്ഷിക്കാനായി പോകുന്നു. എഗ്ഗുള്ള ബോക്സ് നിക്കിന് കൈമാറിയ ശേഷം അലക്സിനെ രക്ഷിക്കുന്നു ഗബ്രിയേൽ. നിക്ക് അയാളെ ആ തടിപ്പെട്ടി തുറന്ന് എഗ്ഗുകൾ കാണിക്കുന്നു. എന്നാൽ അത് തുറന്നതും ഗബ്രിയേൽ അമ്പരക്കുന്നു. അതൊരു തടിയിലുണ്ടാക്കിയ എഗ്ഗുകളായിരുന്നു. എന്നാൽ ആ എഗ്ഗുകൾക്കായിരുന്നു ഇത്രയും പണം. അവിടെ നിന്ന് മടങ്ങിയ ഗബ്രിയേൽ ബാബറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ആ എഗ്ഗുകൾ നിക്കി പെട്രോവിച്ചിന് കൈമാറിയതിൽ ബാബർ ഗബ്രിയേലിനെ ശകാരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് കുറച്ച് പോലീസുകാർ നിക്കി പെട്രോവിച്ചിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ബാബറിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. ഉടനെ ഇരുവരും അറസ്റ്റ് ചെയ്ത പെട്രോവിച്ചിനെ കാണാനായി പോകുന്നു. എന്നാൽ ഗബ്രിയേൽ കണ്ട നിക്കി പെട്രോവിച്ചിനെ അല്ലായിരുന്നു പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. ഇയാളുമായല്ല താൻ ഡീൽ നടത്തിയെന്ന് ഗബ്രിയേൽ പറയുന്നു. പെട്ടെന്ന് ഗബ്രിയേൽ കമ്പ്യൂട്ടറിൽ ക്രിമിനൽ റെക്കോർഡ്സ് കാണിക്കാനായി ആവശ്യപ്പെടുന്നു. കമ്പ്യൂട്ടറിൽ തിരഞ്ഞ ഗബ്രിയേൽ നിക്കി പെട്രോവിച്ചിനെ കണ്ടുപിടിക്കുന്നു. എന്നാൽ അത് പെട്രോവിച്ച് അല്ല എന്നും അത് വിക്ടർ കൊറലെൻകോ ആണ് എന്നും വെബർ പറയുന്നു. അയാൾ കുറച്ചുനാൾ മുമ്പ് മരിച്ചെന്നും അയാളുടെ ബോഡി ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലെന്നും വെബർ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും ഗബ്രിയേൽ ആകെ മൊത്തത്തിൽ ഷോക്കായി. വിക്ടറും റിപ്ലിയും അലക്സും ചേർന്ന് തന്നെ ചതിച്ചതാണെന്ന് ഗബ്രിയേൽ തിരിച്ചറിയുന്നു. കഥയുടെ തുടക്കത്തിൽ റിപ്ലി വെടിവെക്കുന്നത് വിക്ടറിന്റെ കാലിലാണ്. ആളുകളെ വിക്ടർ മരിച്ചെന്ന് വിശ്വസിപ്പിക്കാനായി അവരുണ്ടാക്കിയ പ്ലാനായിരുന്നു ഇത്. ഇതേസമയം വക്കീലായ അലക്സ് റിപ്ലിയെ കോടതിയിൽ നിന്ന് രക്ഷിക്കുന്നു. അലക്സ് പ്രണയം നടിച്ച് തന്നെ ചതിക്കുമായിരുന്നുവെന്ന് ഗബ്രിയേലിന് മനസ്സിലായി.
റിപ്ലിയും വിക്ടറും അവിടെ നിന്ന് നാടുവിടുന്നു. അതിനു മുമ്പായി റിപ്ലി എല്ലാ സത്യവും ഗബ്രിയലിനെ വിളിച്ചു പറയുന്നു. ഇരുവരും നല്ല പാർട്ട്നേഴ്സ് ആയിരുന്നുവെന്നും തന്നോടുള്ള ദേഷ്യം മാറിയാൽ തന്നെ വന്ന് കാണണമെന്നും റിപ്ലി പറയുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ബാറിൽ വിഷമിച്ചിരുന്ന ഗബ്രിയലിൻ്റെ അടുത്തേക്ക് അലക്സ് കടന്നു വരുന്നു. ഇരുവരും തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയുന്നു. അവിടെ വെച്ച് വീണ്ടും അവർ പ്രണയത്തിലാകുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.